മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. വാദനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. വാദനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല.
സദൃശ്യവാക്യങ്ങൾ 12:15 വാക്യം. ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജ്ഞാനിയും ഭോഷനും ആലോചനയും എന്ന വിഷയം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കുടപ്പിറപ്പുകളെ, ഭോഷന്റെ വഴിയും ജ്ഞാനിയുടെ വഴിയും എന്ന കാര്യത്തെ ഈ വാക്യത്തിൽ ശക്തമായി പരാമർശിക്കുന്നു. ജ്ഞാനി തൻ്റെ വഴിയെ എപ്പോഴും സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുക, ആ കേട്ട ആലോചന അനുസരിക്കുക എന്നുള്ളതാണ് ജ്ഞാനിയുടെ വഴി. അപ്പോൾ ഭോഷന്റെ വഴിയോ, അവൻ ജ്ഞാനമുള്ളവനായി തീരുവാനുള്ള ദൈവത്തിൻ്റെ ആലോചനയെ നിരസിക്കുക, കേൾക്കാതിരിക്കുക, അനുസരിക്കാതിരിക്കുക എന്നൊക്കെയുള്ളതാണ് അവൻ്റെ വഴി. ആ വഴിയുടെ അവസാനം നിത്യനാശമായിരിക്കും. ഇപ്പോൾ അവന് തൻ്റെ വഴി ചൊവ്വുള്ളതാണെന്ന് തോന്നുമെങ്കിലും അവൻ അവസാനം ഏറെ നിരാശിതനും ദുഃഖിതനും തന്നെത്താൻ ശപിക്കുന്നവനുമായി തീരും. എന്നാൽ ജ്ഞാനി തനിക്കുള്ള വഴി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മാറാതെ, തൻ്റെ വഴിയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ അതിൽ കൂടി തന്നെ സഞ്ചരിച്ച് നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, അവനുള്ള പ്രതിഫലങ്ങൾ ഇവിടെയും നിത്യതയിലും പ്രാപിച്ച് അനുഭവിക്കുന്നവനുമായി തീരുകയാണ്. അതുകൊണ്ടാണ് ആസാഫ് ഇപ്രകാരം പാടിയത്: ഇപ്പോൾ നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. കൂടപ്പുറപ്പുകളെ, അനേകരുടെ ഇന്നത്തെ അവസ്ഥ, അവർക്ക് ഇന്ന് ചൊവ്വായി തോന്നുന്ന വഴി യഥാർത്ഥത്തിൽ ചൊവ്വുള്ളതല്ല എന്നുള്ളതാണ്. ഓരോ ദൈവപൈതലും ദൈവത്തോട് ഓരോ പ്രഭാതത്തിലും ചോദിക്കേണ്ടത്: യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്നാണ്. ദൈവം അറിയിച്ചു തരാത്ത വഴികളൊന്നും ഭക്തന് ശുഭതയുള്ളതായി ഭവിക്കുകയില്ല. ജ്ഞാനിയായ മനുഷ്യന് ദൈവം തന്റെ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അത് അന്ത്യം വരെ ഞാൻ നിന്നെ വഴി നടത്തിക്കൊള്ളാം എന്നുള്ളതാണ്. നടത്തുക മാത്രമല്ല, എപ്പോഴും കൂടെ ഇരിക്കാമെന്നും അവന് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദത്തം തൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിച്ച ഭക്തൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ജീവപര്യന്തം വഴി നടത്തും എന്ന വാഗ്ദാനം ഭോഷനും ജ്ഞാനിക്കും അവകാശമാക്കി എടുക്കുവാനുള്ളതാണ്. എന്നാൽ ഭോഷന്, ആലോചന നിരസിക്കുന്നവന്, ലോകം കാട്ടിക്കൊടുക്കുന്ന വഴിയാണ് അവനിഷ്ടമായിട്ടുള്ളത്. നാം ഇന്ന് നടക്കുന്ന വഴി ആലോചനയുള്ള വഴിയോ, അത് ദൈവം വഴി നടത്തുന്ന വഴിയാണോ എന്ന് ശോധന ചെയ്ത് അറിയുവാൻ താല്പര്യപ്പെടുക. കാരണം ആലോചനയുടെ വഴിയിൽ കൂടിയുള്ള ഒരു ആത്മീയ പ്രയാണത്തിലാണെങ്കിൽ ആ വഴിയാത്രയിൽ ആലോചനയിൽ വലിയവനായ ദൈവം പൊഴിച്ചു തരുന്ന ആശ്വാസത്തിന് അനുഭവങ്ങളും നന്മകളുമുണ്ട്. അതിപ്രകാരമാണ് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിപ്രകാരമാണ്: യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. പ്രിയരെ, വരണ്ട നിലത്ത് പാർക്കുന്ന ആ ആൾക്കാർ, ആ വ്യക്തികൾ, ദൈവവചനം പറയുന്നു വരണ്ട നിലത്ത് പാർക്കുന്നത് മത്സരികളാണ് എന്നുള്ളതാണ്. ഭോഷൻ മത്സരികളുടെ കൂട്ടത്തിലുള്ളവനാണ്. എന്നാൽ ജ്ഞാനിയുടെ ജീവിതവും ചില നേരങ്ങളിൽ വരണ്ട നിലം വെളിപ്പെടുത്തുവാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഭോഷൻ തൻ്റെ അസ്ഥികളിലും ഉണക്കം തട്ടി വരണ്ട നിലത്തിലെ അനുഭവങ്ങളിൽ നിരാശനായി കഴിയുമ്പോൾ, ജ്ഞാനിക്ക് തൻ്റെ മേലുള്ള എല്ലായ്പ്പോഴുമുള്ള ആലോചനയുടെ നടത്തിപ്പിനാൽ വരണ്ട നിലത്തിലും അവൻ്റെ വിശപ്പടക്കി അവൻ്റെ അസ്ഥികളെയും ബലപ്പെടുത്തുന്ന ദൈവിക കരുതലുകൾ അനുഭവിച്ചു നന്ദിയുള്ള ഹൃദയത്തിനുടമയായി ദൈവത്തിന് ആരാധന അർപ്പിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള, തനിക്കുള്ള സ്വസ്ഥതയിലേക്കും വാഗ്ദത്വത്തിലേക്കുമുള്ള യാത്ര തുടരുവാനിടയായിത്തീരും. ആലോചന കേട്ടനുസരിക്കുന്നവൻ
നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവയെ പോലെയും ആകും. നാം ആലോചനയുടെ വഴിയെ യാത്ര ചെയ്യുന്നവരാണോ? ആലോചന ചോദിക്കുന്നവർ ധാരാളമുണ്ട്. ആലോചന നിരസിക്കേണ്ടതിന് വേണ്ടിയും അനുസരിക്കേണ്ടതിന് വേണ്ടിയും ചോദിക്കുന്നവരുണ്ട്. ചിലർ തങ്ങൾക്ക് ബോധിച്ച ആലോചനകളെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അവർ പലപ്പോഴും സ്വയം ആലോചിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുന്നതിനെതിരായുള്ള ദൈവിക ആലോചന ദൈവം പറയുമ്പോൾ അതിനെ തിരസ്കരിക്കേണ്ടതിന് വേണ്ടി ആലോചന കേൾക്കുന്നവരാണ്. ഇത് വ്യക്തമാക്കി തരുന്ന ഒരു അനുഭവം പഴയ നിയമ ചരിത്ര താളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും തമ്മിൽ ഒത്തുകൊണ്ട് അരാൻ രാജാവിനോട് യുദ്ധത്തിന് പോയി. പോകും മുമ്പ് യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനെ കൊണ്ട് ദൈവത്തിന്റെ ആലോചന ചോദിക്കുവാൻ നിർബന്ധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ രാജാവ് ഇസ്രായേലിലെ 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്, ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകണമോ പോകാതിരിക്കുകയോ വേണ്ടു എന്ന് ചോദിച്ചു. ഏവരും പുറപ്പെടുക, ജയം നിനക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞു. എന്നാൽ അതിലൊന്നും തൃപ്തനാകാതെ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചതിന്, മീഖായാവ് എന്നൊരുത്തനുണ്ട്, അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമല്ല എന്നാണ് മറുപടി പറഞ്ഞത്. നിർബന്ധത്താൽ മീഖായാവിനെ വരുത്തി. അവൻ തനിക്ക് ദൈവം വെളിപ്പെടുത്തി ആലോചന വിളിച്ചു പറഞ്ഞു. ഉടൻ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ് പറഞ്ഞത്. 1 രാജാക്കന്മാർ 22-ാമത്തെ അധ്യായത്തിൽ ഈ ചരിത്രം കിടക്കുന്നുണ്ട്. പ്രിയരെ, തള്ളിക്കളയാനായിട്ട് ദൈവാലോചന കേൾക്കുന്നവർ ഇപ്രകാരം ധാരാളം ഇന്നുമുണ്ട്. ആലോചനയെ നിരസിക്കുന്നവനെ മത്സരികളുടെ ഗണത്തിൽ ചേർക്കപ്പെടും. കൂടപ്പിറപ്പുകളെ, ഭോഷനാകാതെ ജ്ഞാനിയായി ആലോചനകളെ കേട്ടനുസരിക്കുക. അസ്ഥിക്ക് തണുപ്പും ബലവുമേകുന്ന, വരണ്ട നിലത്തും വിശപ്പടക്കുന്ന, നനവുള്ള തോട്ടം പോലെയും വറ്റിപ്പോകാത്ത നീരുറവയെ പോലെയും ആക്കുന്ന, ജീവപര്യന്തം വഴി നടത്തുന്ന, ഉയരത്തിലെ ശക്തിയുള്ള ആലോചനകളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ആലോചന നമുക്ക് സുഖകരമാണ് എന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല എന്നും, കേട്ടത് എനിക്ക് അനുസരിക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ വഴി, ഈ വഴി ചൊവ്വുള്ളത് എന്നും വിധിച്ച് ഭോഷനെ പോലെ ആകുന്നവരായിത്തീരുക. ആലോചന ചോദിച്ചാൽ, ആലോചന കേട്ടാൽ അതനുസരിക്കുകയും ദൈവിക നടത്തിപ്പിന് കീഴ്പ്പെടുകയും ചെയ്യുക. അപ്രകാരം ഒരു ജ്ഞാനിയായി ദൈവത്തെ അനുസരിക്കുന്നവനായി, ദൈവം അനുഗ്രഹിക്കുന്നവനായി ജീവിപ്പാൻ ഇന്ന പകലിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കേൾക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജനം അനുഗ്രഹിക്കപ്പെടാൻ, ദൈവവചനം അനുസരിച്ച് ബലപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടാൻ, ജ്ഞാനികളുടെ അവകാശത്തിലേക്ക് കയറി നിൽക്കുവാൻ, അറിഞ്ഞോ അറിയാതെയോ ഭോഷന്റെ വഴിയിലേക്ക് നീങ്ങാതെ സൂക്ഷിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനം വിടുവിക്കപ്പെട്ടിട്ട് ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ എല്ലാവർക്കും ഇടയാക്കണം. പ്രാർത്ഥന കേൾക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. തുറന്ന് സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് പ്രിയരെ വേഗം കടന്നു വരുന്നത്. അവന്റെ വരവിന് ഇവിടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ കാണുകയില്ല.